ഒരു ഇ-കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇതിൻ്റെ 20ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോ ആണെന്ന്. അപ്പോൾ ഇന്ത്യ മാർന്ന ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്ത് അതിൽ ഒരുപാട് കാൽക്കുലേഷൻ നടത്തി എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പ്രൈസ് ലിസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണെന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ മാർട്ടിൽ ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് അറൗണ്ട് 76 രൂപയാണ്. അപ്പോൾ ഈ 76 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിൽ സെല് ചെയ്യുന്ന സമയത്ത് 299 രൂപയാണ് ആമസോണിൽ സെല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്, പ്രൊഡക്റ്റ് റേറ്റ് നമുക്ക് 76 രൂപക്കാണ് പ്രൊഡക്റ്റ് റേറ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് 299 രൂപക്കാണ് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു പ്രൊഡക്റ്റിൽ ഓരോരോ വെയിറ്റ് അനുസരിച്ചിരിക്കും ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമുക്ക് അറൗണ്ട് 40 റുപ്പീസ് കൂട്ടാം. ഓക്കെ, പിന്നെ പാക്കേജിങ് ചാർജ് വരുന്നുണ്ട്. പാക്കിംഗ് ചാർജ് വരുന്നത് ഒരു 20 റുപ്പീസ് പാക്കിംഗ് ചാർജ്, അതുപോലെ തന്നെ മാൻ പവറും കൂട്ടാം. പിന്നെ നമ്മൾ ഇതിൽ റിട്ടേൺസ് വരുന്നു, ആർ ടി ഒ റിട്ടേൺസ് വരുന്നത്, അതുപോലെ കസ്റ്റമർ റിട്ടേൺസ് വരുന്നുണ്ട്. അത് നമുക്ക് പൈസ ക്യാഷ് പോകുന്ന പരിപാടി, അതുകൊണ്ട് നമുക്കൊരു 30 രൂപ അഡീഷണൽ ആയിട്ട് എല്ലാ പ്രൊഡക്റ്റിലും ഒരു 20% റിട്ടേൺ എന്തായാലും വരും. അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് ക്യാഷ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ലോസ് ആയിട്ട് വരും. അപ്പോൾ അത് ഒഴിവായി. പിന്നെ നമ്മൾ പ്രൊമോഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ 25 റുപ്പീസ് നമുക്ക് പ്രൊമോഷന് വേണ്ടി മാറ്റാം. പിന്നെ ഈ ഫ്ലിപ്കാർട്ടിന് ആമസോണിലൊക്കെ ഒരു കമ്മീഷൻ ബേസ് വരുന്നുണ്ട്, ഒരു നിശ്ചിത തുക കമ്മീഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കമ്മീഷൻ വരുന്നത് അറൗണ്ട് ഒരു 25 റുപ്പീസാണ് കമ്മീഷൻ വരുന്നത്. ആൻഡ് ആർ ടി നമുക്കൊരു 30 രൂപ, അതുപോലെ തന്നെ പ്രൊമോഷന് ഒരു 25 രൂപ, അതുപോലെ തന്നെ അറൗണ്ട് ഒരു 23 റുപ്പീസ് ഒരു കമ്മീഷൻ, 5% ഒരു ബേസാണ്, നമ്മൾ എമൗണ്ടിൻ്റെ ബേസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 23 റുപ്പീസ് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളത് GST ആണ്. GST വരുന്നത് അറൗണ്ട് ഒരു 40 റുപ്പീസാണ് GST വരുന്നത്, 5%. അപ്പോൾ അറൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് വരുന്നത് 228 രൂപയാണ് എക്സ്പെൻസ് മാത്രം വരുന്നത്. എക്സ്പെൻസ് വരുന്നത് അറൗണ്ട് 228 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇടാൻ പോകുന്ന സെല്ലിംഗ് പ്രൈസ് വരുന്നത് 299 രൂപയാണ്. അപ്പോൾ 299 മൈനസ് 228 രൂപ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 71 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ നമുക്ക് 71 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് 71 രൂപയാണ്. അപ്പോൾ നമുക്കൊരു മന്ത്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 100 പ്രൊഡക്റ്റ് നമുക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 71 1871 രൂപ, ഒരു പ്രൊഡക്റ്റിൽ 1871 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അറൗണ്ട് 56,230 രൂപ മാത്രം നമുക്കൊരൊറ്റ പ്രൊഡക്റ്റിൽ മന്ത്ലി